ഇന്ന് എൻ്റെ സ്റ്റുഡൻറ്റ് അതുലുമായിട്ട് ഞങ്ങളൊരു കൈനകരി യാത്ര നടത്തി. കൈനകരിയിലേക്ക് ഒരു ട്രിപ്പ് നടത്തി. ഞാനും നിന്നിക്കുട്ടനും അതുലും ബോബൻ സാറും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴ കുട്ടനാടുള്ള കൈനകരിയിലേക്ക് പോകുന്നത്. അവിടെ അതുലിൻ്റെ അപ്പച്ചിയുടെ ഒരു നല്ലൊരു ഷാപ്പ്, റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഒരു നല്ലൊരു കടയുണ്ടെന്ന് അതുൽ പറഞ്ഞത് കേട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. നല്ല ഭംഗിയുള്ള പാടശേഖരമാണ്. പോകുന്ന വഴിയുടെ ഇരുവശത്തും നല്ല വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ള നെല്ലുകളാണ്. ഇപ്പോൾ ഇത് ഒരു അമ്പലമാണ് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ പാടശേഖരത്തിന് നടുവിലുള്ള നല്ല റോഡാണ്. റോഡ് ഉയർത്തി നിർമ്മിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീടുകളൊക്കെ ആണെങ്കിലും തൂണുകളിൽ പൊക്കിയാണ് ഇപ്പോൾ കുട്ടനാട്ടുകാർ നിർമ്മിക്കുന്നത്. അവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേ ആൻഡ് പാർക്കിൽ കാറ് കൊണ്ടിട്ടിട്ട് ഇനി ഒരു ഓട്ടോ പിടിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് കാറ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ കായലിൻ്റെ സൈഡിലൂടെ ടാറിട്ട റോഡുണ്ട്. അതിൽ അല്പം നടന്നാൽ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടും. അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ മാധവ ഷാപ്പ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയുടെ സൈഡിലൊരു പള്ളിയുണ്ട്. ആ കായലിലൂടെ യാത്രാ ബോട്ടുകൾ പോകുന്നുണ്ട്. ഇതാണ് നമ്മളുടെ മാധവാസ് ഷാപ്പ് കറികൾ. അവിടെ വിവിധ ഇനം കറികളൊക്കെ കിട്ടുന്നതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ തിരക്കായി വരുന്നതേ ഉള്ളൂ. അവിടെ ഷാപ്പിലെ ചേട്ടന്മാർ ഫിഷ് വൃത്തിയാക്കുന്നുണ്ട്. വെട്ടിയ ഫിഷാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ബീഫ്, താറാവ്, അപ്പം, കപ്പ, ഞണ്ട്, കക്കയിറച്ചി, മീൻകറി, തലക്കറി തുടങ്ങിയ വിവിധ ഇനം കറികളും പൊറോട്ട എല്ലാം കിട്ടും. ഫോൺ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കറി ആകുന്നതുകൊണ്ട് ഞങ്ങൾ ആകാൻ ഇപ്പം താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു വള്ളം, മുകളിൽ റൂഫുള്ള ഒരു വള്ളത്തിൽ കയറി ആ കായലിലൂടെ സഞ്ചരിക്കുകയാണ്. നമ്മുടെ ചാവറ അച്ഛൻ ജനിച്ച സ്ഥലമാണ് കൈനകരി. അപ്പോൾ ചാവറ അച്ഛൻ്റെ ജന്മദേശം അല്പം ദൂരെയാണ്. ചാവറ അച്ഛൻ സ്ഥാപിച്ചതാണ് CMI സഭ. CMI സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് CMS കോളേജ്, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് തുടങ്ങിയ അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കുട്ടനാട്ടിൽ വിദ്യാഭ്യാസം ജനങ്ങളുടെ ഇടയിൽ സാർവത്രികമാക്കുന്നതിന് വലിയ പങ്കുവഹിച്ച ആളാണ് കുര്യാക്കോസ് ചാവറ ഏലിയാസ് അച്ഛൻ. ഈ കാണുന്ന ആ ഒരു പാലം സൗണ്ട് തോമസ് സിനിമയിലൊക്കെ ഉള്ളതാണ്. ഇതൊരു പള്ളിയാണ്. പിന്നെ ഇവിടെ കാണുന്ന മിക്ക വീടുകളും വീടായിട്ട് നമുക്ക് തോന്നാമെങ്കിലും കുറേയൊക്കെ റിസോർട്ടുകളാണ്. കായലിൻ്റെ ഇരുകരകളിലും റിസോർട്ടുകളുണ്ട്. പിന്നെ കായലിലൂടെ ഹൗസ് ബോട്ട് ഉണ്ട്. കൂടാതെ സ്പീഡ് ബോട്ടുകളുണ്ട്. ഫോറിനേഴ്സൊക്കെ സ്പീഡ് ബോട്ടിലൊക്കെ അതിൽ യാത്ര ചെയ്യുന്നുണ്ട്. സ്പീഡ് ബോട്ട് കൂടാതെ തുഴയുന്ന തരം വള്ളങ്ങളും ഉണ്ട്. ഞങ്ങളങ്ങനെ വള്ളത്തിൽ നിന്ന് ഇറങ്ങി ചാവറ അച്ഛൻ്റെ പള്ളി ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഫോറിനേഴ്സ് സ്വയം തുഴയുന്ന ബോട്ടാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് ചാവറ ഭവൻ. ചാവറ ഭവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവിടെയുള്ള സിസ്റ്റർ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ്. ചാവറ അച്ഛൻ ജനിച്ച വീട് അതേപടി അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അവിടെ എഴുതി വച്ചിട്ടുണ്ട് ചാവറ പിതാവ് ജനിച്ച ഗൃഹം. നല്ല തടിയിലുള്ള ഒരു ഗൃഹമാണ്. സിസ്റ്റർ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാണ്. 1805 ചാവറ അച്ഛൻ ഈ റൂമിലാണ് ജനിച്ചത്. നല്ല പോളിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്ന ചെറിയ ഒരു വീടാണ്. ചാവറ അച്ഛൻ ഉപയോഗിച്ചിട്ടുള്ള മേശ, എല്ലാ കാര്യങ്ങളും കാണിച്ചു. പിന്നെ അവിടെ നിന്ന് തല കുനിച്ച് മാത്രമേ അടുത്ത മുറി എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒരു സ്ഥലം അടുത്തത്. അവിടെ ചാവറ അച്ഛൻ്റെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ സാധിച്ച അനവധി ആളുകൾ അവരുടെ ഫോട്ടോകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പത്തായമുണ്ട്. ഇപ്പോഴും ആ പത്തായത്തിൻ്റെ ഉള്ളിലോട്ട് കൈയിടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സിസ്റ്റർ അതൊക്കെ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അവിടെ നിന്ന് നമ്മൾ പതുക്കെ
ഇനി പുറത്തേക്ക് ചെറിയ ഡോറാണുള്ള ആ ഡോറ് വഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. തടിക്കൊന്നും ഒരു കേടുപാടും 2 നൂറ്റാണ്ടോളമായിട്ടും സംഭവിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് സ്റ്റിൽസ് എല്ലാം അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് പതുക്കെ ഇറങ്ങുകയാണ്. തിരിച്ച് ഞങ്ങൾ മാധവാസ് ഷാപ്പിലേക്ക് പോരുകയാണ്. വീണ്ടും വഴിയിലുടനീളമുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ പോരുകയാണ്. ബോബൻ സാറും അതിലും കാലൊക്കെ നീട്ടിവെച്ച് ആസ്വദിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മാധവാസ് ഷാപ്പിലെത്തി. അപ്പോഴേക്കും അവിടെ നല്ല തിരക്കായി കഴിഞ്ഞു. ഒരുപാട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ അവിടെയുണ്ട്. അതിൽ ഒരു 20 പേരോളം ഇരിക്കുന്നൊരു ഹാളിലാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങൾ 4 പേരേ ഉള്ളെങ്കിലും ചെറിയ ചെറിയ മുറികളെല്ലാം ഫില്ലായിരുന്നു. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. അതുലിൻ്റെ അപ്പച്ചിയുടെ റെസ്റ്റോറൻ്റാണിത്. അപ്പച്ചിയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഞങ്ങളോടൊപ്പം അല്പസമയം കാത്തിരുന്നപ്പോൾ മീൻകറി, കള്ള്, കപ്പ, പൊറോട്ട, പുറകെ ചെമ്മീൻ, കരിമീൻ ഫ്രൈ, ഞണ്ട് തുടങ്ങിയ കറികളെല്ലാം വന്നു. ഞങ്ങളതെല്ലാം കൂട്ടി ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. സന്ധ്യയാകാറായി, വൈകുന്നേരമാകാറായി. നല്ല ഭംഗിയുള്ള പാടശേഖരം ആസ്വദിച്ചുകൊണ്ട് തിരിച്ചുള്ള യാത്ര. അങ്ങനെ നല്ലൊരു കൈനകരി